ഓക്കെ, അപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്ന ഇന്ന് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിലെ മോഡ്യൂൾ 2 ആണ്. മോഡ്യൂൾ 2 നമുക്ക് നോക്കാം. ഇതിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കാൻ പോകുന്നത് ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് ഓഫ് സോയിൽ ആണ്. സോയിലിൽ 2 ടൈപ്പ് പ്രോപ്പർട്ടീസ് ഉണ്ട്, എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസും ഇൻഡെക്സ് പ്രോപ്പർട്ടീസും. ഇത് ആക്ച്വലി 2 ടൈപ്പ് അല്ല, കാറ്റഗറിന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ മെയിൻ പ്രോപ്പർട്ടീസ് ഓഫ് ദ സോയിൽ, ലൈക്ക് അതിൻ്റെ കംപ്രസിബിലിറ്റി, അതിൻ്റെ പെർമിയബിലിറ്റി, അതിൻ്റെ സ്ട്രെങ്ത്, സ്റ്റെബിലിറ്റി, അതെല്ലാം വരുന്നത്. അതേസമയം ഇൻഡെക്സ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള കുഞ്ഞു കുഞ്ഞു പ്രോപ്പർട്ടീസ് ആയിട്ട് വരും, ലൈക്ക് അതിൻ്റെ സൈസ് അല്ലെങ്കിൽ അതിൻ്റെ സർഫസ് ചാർജ്, അങ്ങനത്തെ കൊച്ചു കൊച്ചു പ്രോപ്പർട്ടീസ് വിച്ച് ഇൻഡിക്കേറ്റ് ദ എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ്. എന്ന് പറഞ്ഞാൽ ഈ നമുക്ക് പാർട്ടിക്കിൾ സൈസ് വെച്ചിട്ട് തന്നെ എന്താണ് അല്ല എത്രത്തോളം പെർമിയബിലിറ്റി വരാൻ പറ്റും, എത്രത്തോളം കംപ്രസ് ചെയ്യാൻ പറ്റും എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ നമുക്ക് ഒരു ഇൻഡിക്കേഷൻ, എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് നമുക്കൊരു ഇൻഡിക്കേഷൻ തരുന്ന പ്രോപ്പർട്ടീസാണ് ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ. ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് കോഴ്സ് ഗ്രെയിൻഡ് സോയിലിനുണ്ട്, ഫൈൻ ഗ്രെയിൻഡ് സോയിലിനുണ്ട്. കോഴ്സ് ഗ്രെയിൻഡ് സോയിലിനകത്ത് പാർട്ടിക്കിൾ സൈസും റിലേറ്റീവ് ഡെൻസിറ്റിയും ആണ്. ഫൈൻ ഗ്രെയിൻഡ് സോയിൽ അത് അറ്റർബർഗ് ലിമിറ്റ്സ് ആൻഡ് കൺസിസ്റ്റൻസി ആണ്. അപ്പം നമ്മുടെ ഇവിടെ നമ്മൾ ഇന്ന് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് പാർട്ടിക്കിൾ സൈസ്, റിലേറ്റീവ് ഡെൻസിറ്റി, പിന്നെ അറ്റർബർഗ് ലിമിറ്റ്സ്, ഈ 3 ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് ആണ് പഠിക്കാൻ പോകുന്നത്. പിന്നെ ലാസ്റ്റ് ഈ മോഡ്യൂൾ ലാസ്റ്റ് വന്നത് ക്ലാസിഫിക്കേഷൻ ആണ്. ഈ പ്രോപ്പർട്ടീസും ഇതെല്ലാം വെച്ചിട്ട് നമ്മുടെ സോയിലിനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നതാണ് ലാസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാർട്ടിക്കിൾ സൈസിൽ പോവാം. Particle size analysis. It is a method of separation in which soil is divided into different fractions based on particle size. Different particle size അനുസരിച്ച് ഡിഫറെൻറ്റ് കാറ്റഗറീസിൽ നമ്മൾ സോയിലിനെ ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് പാർട്ടിക്കിൾ സൈസ് അനാലിസിസ് അല്ലെങ്കിൽ ആ ഒരു മെത്തേഡ് ഓഫ് സെപ്പറേഷൻ. നമ്മൾക്ക് ഇത് 2 ടൈപ്പ് സോയിലുണ്ട്, ഒന്ന് കോഴ്സ് ഗ്രെയിൻഡ് സോയില്, പിന്നെ ഫൈൻ ഗ്രെയിൻഡ് സോയിൽ. കോഴ്സ് ഗ്രെയിൻഡ് സോയിലിന് നമ്മൾ സീവ് അനാലിസിസ് ചെയ്യും, ഫൈൻ ഗ്രെയിൻഡ് സോയിലിന് നമ്മൾ ഹൈഡ്രോമീറ്റർ അനാലിസിസ് ചെയ്യും. നമ്മളിപ്പോൾ ഒരു സാമ്പിൾ ഓഫ് സോയിൽ എടുത്ത് അതിൽ ബോത്ത് ഫൈനും ഉണ്ട് കോഴ്സും ഉണ്ട്. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യും, സീവ് ചെയ്ത് ഫൈനും കോഴ്സും സെപ്പറേറ്റ് ചെയ്യും, എന്നിട്ട് കോഴ്സ് ഗ്രെയിനിൽ പിന്നെയും നമ്മൾ സീവ് അനാലിസിസ് ചെയ്യും, ഫൈൻ ഗ്രെയിനിൽ നമ്മൾ ഹൈഡ്രോമീറ്റർ അനാലിസിസ് ചെയ്യും. ആദ്യം കോഴ്സ് ഗ്രെയിനിലെ സീവ് അനാലിസിസ് പറയാം. സീവ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ലബോറട്ടറിയിൽ ചെയ്യുന്നത് തന്നെയാണ്. ഒരു സീരീസ് ഓഫ് സീവ്സ് ഉണ്ടാവും. സീവ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ അരിപ്പ പോലത്തെ സാധനം. ഓരോ അരിപ്പയ്ക്കും ഓരോ ഹോളായിരിക്കും അതിൻ്റെ ഏരിയ എന്ന് പറയുന്ന നെറ്റിൻ്റെ. അപ്പോൾ നമ്മൾ ലിറ്ററലി നമ്മുടെ സാമ്പിൾ എല്ലാം കൂടി ഇടുന്നു, എന്നിട്ട് സീവ് ചെയ്ത് വിടുന്നു, ഷേക്ക് ചെയ്ത് പോകുന്നു. ലാസ്റ്റ് അപ്പം എന്താണ്, ഓരോ സീവിലും അതിൻ്റെതായ വെയിറ്റിൻ്റെ ഇടയിലുള്ള സാധനങ്ങൾ തട്ടി നിൽക്കും. ലാസ്റ്റ് ഫൈനസ്റ്റ് സീവിൽ കൂടെ പാസ് ചെയ്തതും താഴെ എന്താണ് പാനിൽ വന്ന് വീഴും. ഈ പാനിൽ വന്ന് വീഴുന്നതിനാണ് അതാണ് നമ്മുടെ ഫൈൻ ഗ്രെയിൻഡ് സോയിൽ. അതിനെ കൊണ്ട് നമ്മൾ ഹൈഡ്രോമീറ്റർ അനാലിസിസ് സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ സീവ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സീവിനകത്ത് ഇടുക, ഷേക്ക് ചെയ്തിടുക. ആ ഷേക്കിംഗ് എന്ന് പറയുന്നത് മാനുവലും ആവാം മെക്കാനിക്കലും ആകാം. അതാണ് സീവ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ തിയറിയാണ് എഴുതിയേക്ക്, ഒന്ന് വായിച്ചേക്കുക. പിന്നെ ആ ഫ്രാക്ഷൻസ് ഓഫ് സീവ് അനാലിസിസിൽ സീവ് അനാലിസിസ് തന്നെ നമ്മുടെ കോഴ്സ് ഗ്രെയിൻഡ് സോയിൽ തന്നെ 2 ഉണ്ട്. ഗ്രേവലും ഉണ്ട്, സാൻഡും ഉണ്ട്. ഗ്രേവൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര കട്ടി കല്ല് പോലത്തെ വലിയ സൈസസും, സാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മണ്ണില്ലേ സാധാരണ സാൻഡ്, അത്രയും സൈസ് കുറഞ്ഞത്. അപ്പം ഗ്രേവൽ അതിൻ്റെ സീവ്സിൻ്റെ സൈസും സാൻഡിൻ്റെ ഉണ്ട്. സാൻഡ് ഫ്രാക്ഷൻ കഴിഞ്ഞ് എന്ന് പറഞ്ഞാൽ 75 മൈക്രോണിനും താഴെ ഉള്ളതിനെയാണ് നമ്മൾ ഹൈഡ്രോമീറ്റർ അനാലിസിസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഫൈൻ ഗ്രെയിൻഡ് സോയിൽ. ഈ സാൻഡ് വരെയും നമ്മുടെ കോഴ്സ് ഗ്രെയിൻഡ് സോയിലാണ്. അപ് ടു 75 മൈക്രോ നമുക്ക് കോഴ്സ് ഗ്രൈൻഡ് ആണ്. ഇനി സീവ് അനാലിസിസ് തന്നെ 2 ഉണ്ട്, ഡ്രൈ സീവും ഉണ്ട്, വെറ്റ് സീവും ഉണ്ട്. ഡ്രൈ സീവ് ആണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ പാനിൻ്റെ കൂടെ ഷേക്ക് ചെയ്ത് വിടുന്ന പരിപാടിയാണ് ഡ്രൈ സീവ് അനാലിസിസ്. വെറ്റ് സീവ് അനാലിസിസ് നമ്മൾ എപ്പോഴാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് അതിൻ്റെ അകത്ത് ഫൈൻ പാർട്ടിക്കിൾസ് കൂടുന്ന സമയത്താണ് നമ്മൾ വെറ്റ് സീവ് അനാലിസിസ് ചെയ്യുന്നത്. ഭയങ്കരമായിട്ട് കൊച്ചു പാർട്ടിക്കിൾസ് കൊടുക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഡ്രൈഡ് സാമ്പിൾ എടുത്ത് ഒരു ട്രേയിൽ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ വാഷ് ചെയ്യും വെള്ളം കൊണ്ട്. എന്നിട്ട് ആ സാമ്പിൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സ്റ്റിർ എടുക്കുക. നമ്മൾ കുഴച്ച് മറിച്ച് വെച്ചിട്ട്
സോക്ക് ചെയ്യാൻ വെക്കും. അതിനെ ഒരു 1 അവറിലേക്ക് നമ്മൾ അതിനെ സോക്ക് ചെയ്യാൻ വെക്കും. എന്നിട്ട് ഈ സീവിനെ ഈ സ്ലറി, ഈ ഒരു ചെളി പോലത്തെ സാധനത്തിനാണ് നമ്മൾ സീവ് ചെയ്യുന്നത്. അത് സീവ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ജെറ്റ് ഓഫ് വാട്ടർ അതിൽ അടിച്ചു കൊടുക്കും. എന്നിട്ടാണ് നമ്മൾ സീവ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ലിറ്ററലി നമുക്ക് ഓരോ ഇതിലും കുറേ സ്ലറിയാണ് കിട്ടുന്നത്. ഓരോ പാനിലും റിട്ടെയിൻ ചെയ്ത സ്ലറിനെ നമ്മൾ പിന്നെ ഒന്നും കൂടെ കൊണ്ട് നല്ല കഴുകി കുറേ ഡൈല്യൂട്ട് ചെയ്ത് അരിച്ച് നമ്മുടെ സോയിൽ എടുക്കും. ഇതാണ് ചെയ്യുന്നത്. പൊതുവെ നമ്മൾ ഡ്രൈ സീവ് അനാലിസിസ് അങ്ങനെ ചെയ്യാറുള്ളൂ. പിന്നെ ഭയങ്കര ഫൈൻ വരുമ്പോഴാണ് നമ്മൾ ഇങ്ങനത്തെ വെറ്റ് സീവ് അനാലിസിസ് ചെയ്യുന്നത്. വെറ്റ് സീവ് അനാലിസിസ് ആക്ച്വലി ഭയങ്കര ആക്യുറേറ്റ് ഒന്നും അല്ല. ചില സമയം പാർട്ടിക്കിൾസിന്റെ സൈസ് ഭയങ്കര കുറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെള്ളത്തിന് അട്രാക്ട് ചെയ്ത് ഒട്ടി ഇരുന്ന് വലിയ കട്ടയായിട്ടിരിക്കും. അതുകൊണ്ട് കറക്റ്റായിട്ട് വെറ്റ് സീവിൽ അങ്ങനെ കിട്ടണമെന്നില്ല നമുക്ക്. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് കമ്പ്യൂട്ടേഷൻ ചെയ്യാനുണ്ട്. കമ്പ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ സീവിലും റീറ്റെയിൻ ചെയ്യുന്ന മാസ്, C1ൽ റീറ്റെയിൻ ചെയ്യുന്നതാണ് M1, M2, അങ്ങനെ M7 എത്ര വരെ വേണോ പോവാം. അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ സമ്മാണ് ടോട്ടൽ മാസ് തന്നെ അല്ലേ. എല്ലാ സീവിലും കൂടെ കിട്ടിയ എമൗണ്ട് ഓഫ് സോയിൽ പ്ലസ് പിന്നെ പാനിലും വല്ല സോയിൽ ഉണ്ടെങ്കിൽ അത് എല്ലാത്തിൻ്റെയും കൂടെ സമ്മാണ് ടോട്ടൽ എമൗണ്ട് ഓഫ് സോയിൽ എന്ന് പറഞ്ഞാൽ. ഇനി മാസ് റീറ്റെയിൻഡ് ഓൺ ദ സീവ്, ടോട്ടൽ സീവിൽ റീറ്റെയിൻ ചെയ്തിരിക്കുന്ന മാസ് എന്ന് പറഞ്ഞാൽ എത്ര മാസ് എന്ന് പറഞ്ഞാൽ M1, M2 ഇതൊക്കെയാണല്ലോ. ഇതിനെ ഇനി പെർസെൻറ്റേജ് ആക്കണം. അപ്പോൾ ഓരോ സീവിൽ റീറ്റെയിൻ ചെയ്ത മാസ് ബൈ ടോട്ടൽ മാസ് ഇൻറ്റു 100. അതാണ് ഓരോ സീവിലും റീറ്റെയിൻ ചെയ്ത പെർസെൻറ്റേജ് അല്ലെങ്കിൽ പാസ് പെർസെൻറ്റേജ്. ഇതാണ് ഓരോന്നിൻ്റെയും. പിന്നെ ക്യൂമുലേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ P1 C2 എന്ന് പറഞ്ഞാൽ P1 + P2 ജസ്റ്റ് ക്യൂമുലേറ്റീവ് അഡിഷൻ ചെയ്യുക. പെർസെൻറ്റേജ് ഫൈനർ എന്ന് പറഞ്ഞാൽ ഈ 100 - ഈ ക്യൂമുലേറ്റീവ് പെർസെൻറ്റേജ് ആണ്. ഇത് ചിലപ്പോൾ തിയറി കേൾക്കുമ്പോൾ ഇച്ചിരി കൺഫ്യൂസിങ് ആയി തോന്നും. ഒരു പ്രോബ്ലം ഉണ്ട്, അത് പ്രോബ്ലത്തിൻ്റെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് ഈ സാധനം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഡൗട്ട് തോന്നില്ല. കാരണം ഇതിപ്പോൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്, ടാബുലർ ഫോമിൽ കിടക്കുമ്പോൾ ഈസി ആയിട്ട് മനസ്സിലാവും. അത് ജസ്റ്റ് നമ്മൾ പറഞ്ഞു എന്നേ ഉള്ളൂ ഇവിടെ. അത് പ്രോബ്ലത്തിൽ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് ഈ ഒരു ഇത് മനസ്സിലായിക്കോളും കമ്പ്യൂട്ടേഷൻ എങ്ങനെയാണെന്ന്. ഇനി നെക്സ്റ്റ് സെഡിമെന്റേഷൻ അനാലിസിസ്. നമ്മുടെ 75 മൈക്രോണിന് താഴെയുള്ള സോയിലിന് നമുക്ക് സീവ് അനാലിസിസ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ അവിടെ പാർട്ടിക്കിൾ സൈസ് അനാലിസിസ് ചെയ്യുന്നത് സെഡിമെന്റേഷൻ അനാലിസിസ് വഴിയാണ്. സെഡിമെന്റേഷൻ അനാലിസിസ് ഇസ് ബേസ്ഡ് ഓൺ സ്റ്റോക്സ് ലോ ഉപയോഗിച്ചിട്ടുള്ളൊരു അനാലിസിസ് ആണ്. സെഡിമെന്റേഷൻ അനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്ന ഹൈഡ്രോമീറ്റർ അനാലിസിസ് ആണ്. അതിൻ്റെ അകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രിൻസിപ്പിളാണ് സ്റ്റോക്സ് ലോ. സ്റ്റോക്സ് ലോ എന്ന് പറയുന്നത് നമുക്ക് gives the terminal velocity of a small sphere settling down in a fluid of infinite length. ഒരു സ്മോൾ സ്പിയർ, ഒരു ഫ്ലൂയിഡിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു സ്മോൾ സ്പിയറിൻ്റെ ടെർമിനൽ വെലോസിറ്റി ആണ് കിട്ടുന്നത്. ഇപ്പം നമ്മളിവിടുത്തെ സ്റ്റോക്സ് ലോ അനുസരിച്ച് ഒരു സ്മോൾ സ്പിയർ ഫ്ലൂയിഡിൻ്റെ താഴോട്ട് പോകുമ്പം ആദ്യം വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും. താഴോട്ട് പോകുമ്പോൾ ഗ്രാവിറ്റി കാരണം നമ്മൾ പഠിച്ചിട്ടില്ലേ, താഴോട്ട് കയറുന്നത് ആക്സിലറേറ്റ് ചെയ്യുന്നു. പക്ഷേ ഈ എയർ പോലല്ല വെള്ളം തിരിച്ച് അതിൻ്റെ അകത്ത് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും, പാർട്ടിക്കിളിലോട്ടും കൂടെ ആക്ട് ചെയ്യും. അതിനാണ് ഡ്രാഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡ്രാഗ് ഫോഴ്സ് കാരണം ഈ വെലോസിറ്റി കുറയും. ഈ താഴോട്ട് വീഴുന്ന സാധനത്തിന്റെ അണ്ടർ ഗ്രാവിറ്റി ആദ്യം കൂടുതലാണെങ്കിലും പക്ഷെ പിന്നെ ഈ ഡ്രാഗ് ഫോഴ്സ് കാരണം അത് കുറയും. എന്നിട്ട് അതൊരു കോൺസ്റ്റന്റ് ഫോഴ്സിലായിരിക്കും താഴെ വീഴുന്നത്. ഇതിനെയാണ് കോൺസ്റ്റന്റ് ഫോഴ്സ്, ടെർമിനൽ വെലോസിറ്റിയാണ് നമ്മൾ സ്റ്റോക്സ് ലോ വെച്ച് കണ്ടുപിടിക്കുന്നത്. അതിൻ്റെ ഇക്വേഷനാണ് ഈ എഴുതിയിരിക്കുന്നത്. ഈ സ്റ്റോക്സ് ലോ തന്നെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. വെള്ളം വീഴുന്നതിൻ്റെയും തിയറി സ്റ്റോക്സ് ലോ തന്നെയാണ്. അത്രയും ആകാശത്ത് നിന്ന് വീഴുമ്പോൾ കല്ലുപോലെ തലയിൽ വന്ന വെള്ളം ഇടിക്കാത്തതിൻ്റെ റീസൺ കുറേ ഇത് കഴിയുമ്പം വെലോസിറ്റി കോൺസ്റ്റന്റ് ആവും എന്നുള്ളതാണ്. ആ വെലോസിറ്റി ആണിത്. ഇക്വേഷന് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനുള്ളതേ ഉള്ളൂ. ജി എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റി, ഡി എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ദ പാർട്ടിക്കിൾ, ജി എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഗ്രാവിറ്റി, ρW എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് വാട്ടർ, ഈറ്റ എന്ന് പറയുന്നത് വിസ്കോസിറ്റി. ഈ വെലോസിറ്റിക്ക് തന്നെ വേറൊരു ഇക്വേഷനാണ് hg/60 × t cm/s. അത് യൂണിറ്റ് ശ്രദ്ധിച്ചോണം.
HE എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ഫോൾ, T എന്ന് പറയുന്നത് ടൈം ഇൻ സെക്കൻഡ്സ്. ഇനി ഈ ഒരു ഇക്വേഷനിൽ നിന്നാണ് നമുക്ക് വി എന്നിട്ട് എന്താണ് വി ഇസ് ഈക്വൽ ടു HE/60 ഈക്വൽ ടു 1/8 ഈ ഇക്വേഷൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് D എന്ന് പറയുന്ന ഫോർമുല കിട്ടും. ഈ ഫോർമുല ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ പ്രോബ്ലത്തിനൊക്കെ ആവശ്യം വരും ഈ രണ്ട് ഫോർമുലയും. ഇതാണ് നമ്മുടെ സ്റ്റോക്സ് ലോ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹൈഡ്രോമീറ്റർ മെത്തേഡാണ്. സോ നമ്മുടെ സെഡിമെന്റേഷൻ അനാലിസിസ്. ഇതിൻ്റെ ഡെറിവേഷൻ അല്ലെങ്കിൽ പ്രൊസീജിയറോ എക്സ്പെരിമെൻറ്റോ ഇതുവരെയുള്ള പ്രോബ്ലത്തിലൊന്നും ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാനിതിൽ അങ്ങോട്ട് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ബിക്കോസ് ഇത് കൈൻഡ് ഓഫ് കോംപ്ലിക്കേറ്റഡ് ആണ്, നമ്മൾ അതിൻ്റെ ഡെറിവേഷനും അതും ഇതൊക്കെ മനസ്സിലാക്കി വരുമ്പം. എന്നാലും ഒരു ജിസ്റ്റ് പറയാം. ഹൈഡ്രോമീറ്റർ എന്ന് പറയുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. പക്ഷേ സ്പെസിഫിക് ഗ്രാവിറ്റി പാർട്ടിക്കിൾ സൈസിന് ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിച്ചിട്ട് അതേ നമ്മൾ പാർട്ടിക്കിൾ സൈസ് കണ്ടുപിടിക്കും. അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പം ഓക്കെ, അറ്റ് ദ ടൈം മീൻസ് നമ്മൾ ആദ്യം എക്സ്പെരിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പം എല്ലാത്തിൻ്റെയും സ്പെസിഫിക് ഗ്രാവിറ്റി, നമ്മുടെ വെള്ളത്തിൽ കുറേ ലെയറായി ഡിവൈഡ് ചെയ്താൽ എല്ലാ ലെയറിലെയും സ്പെസിഫിക് ഗ്രാവിറ്റി എന്താണ്, യൂണിഫോം ആയിരിക്കും. പിന്നെ നമ്മുടെ പാർട്ടിക്കിൾ സെറ്റിൽ ചെയ്ത് തുടങ്ങുമ്പം സെഡിമെൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പം ലാർജർ പാർട്ടിക്കിൾസ് വിൽ ഗോ ഡീപ്പർ, താഴോട്ട് പോകും. അപ്പം എന്താണ്, താഴത്തെ ലെയറിൽ സ്പെസിഫിക് ഗ്രാവിറ്റി കൂടും. അപ്പം എന്താണ്, ആദ്യം യൂണിഫോം ആയിരുന്നു, പിന്നെ താഴോട്ടുള്ള പാർട്ടിക്കിളിൽ സ്പെസിഫിക് ഗ്രാവിറ്റി കൂടും, മുകളിലോട്ടുള്ളതിൻ്റെ കുറഞ്ഞിരിക്കും. അപ്പം എന്താണ്, നമ്മളൊരു ഹൈഡ്രോമീറ്റർ ഇൻസേർട്ട് ചെയ്യുമ്പം നമുക്ക് എന്താണ് ഓരോ ലെയറിൻ്റെയും സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഇവിടെ നമ്മൾ ചെയ്തേക്കുന്നത്. അതിനോരോ ഫോർമുല ഇതൊക്കെ ഉണ്ട്. സോ ഈ ഫോർമുല ഒന്ന് പഠിച്ചിരിക്കണം. ഞാനിത് പറഞ്ഞുതരാം. ഇത് നമ്മളിപ്പോൾ ഒരു ഫുൾ ജാർ ഓഫ് വെള്ളം ഉണ്ട്. അതിൽ ഞാൻ ഹൈഡ്രോമീറ്റർ മുക്കുമ്പം ഹൈഡ്രോമീറ്റർ വോളിയം കാരണം ഈ വെള്ളം പൊങ്ങത്തില്ലേ. അപ്പം ഇനിഷ്യലി BB ലെവലിലായിരുന്നു. ഹൈഡ്രോമീറ്റർ മുക്കിയുണ്ട് B' എന്നുള്ള ലെവലിലോട്ട് അത് പോയി. അപ്പം ആ ഇൻക്രീസ് ഇൻ ഹൈറ്റ് എന്ന് പറയുന്നത് വോളിയം ഡിവൈഡഡ് ബൈ ഏരിയ. എന്തിൻ്റെ വോളിയം? ഹൈഡ്രോമീറ്ററിൻ്റെ വോളിയം ഡിവൈഡ് ബൈ എന്തിൻ്റെ ഏരിയ? നമ്മൾ എടുത്തേക്കുന്ന ആ ബീക്കറോ നമ്മുടെ ആ ബീക്കറിൻ്റെ ഏരിയ. പിന്നെ H എന്ന് പറയുന്നത് BB' തൊട്ട് ഹൈഡ്രോമീറ്ററിൻ്റെ ബൾബ് തുടങ്ങുന്നതിന് മുന്നേ വരെയുള്ള ലെങ്ത് ആണ്, സ്റ്റെമ്മിൻ്റെ എത്രത്തോളം സ്റ്റെം ഇമ്മേഴ്സ്ഡ് ആണെന്നുള്ളത്. പിന്നെ H/2 എന്ന് പറഞ്ഞാൽ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ്. പിന്നെ A' എന്ന് പറയുമ്പോൾ താഴെ കൂടുന്നതാണ്. താഴത്തില്ല സെൻറ്റർ എന്ന് പറഞ്ഞ ലെയർ ഇനിഷ്യലി എവിടെയായിരുന്നു, മുക്കിയപ്പോൾ എത്രത്തോളം കൂടി, അതൊക്കെയാണ്. HE എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് ഡെപ്ത്. നമുക്ക് എങ്ങനെ നോക്കാം. ഇത് നമുക്ക് പ്രൊസീജിയർ ഒന്നും അങ്ങനെ പഠിക്കേണ്ട. ഈ എഫക്റ്റീവ് ലെങ്ത്തിൻ്റെ ഫോർമുല അറിയണം. HE is equal to H plus half H minus VH/A. ഈ ഫോർമുല അറിയണം. HE ആണ് നമ്മുടെ എഫക്റ്റീവ് ലെങ്ത്. H എന്താണ്, എല്ലാം എന്താണ്, ഇതിൽ തന്നെ ഫിഗറിൽ തന്നെ എക്സ്പ്ലെയിൻഡ് ആണ്. സ്റ്റെം വരെയുള്ള ഡിസ്റ്റൻസ്. ഈ H എന്ന് പറഞ്ഞാൽ ഇതോട്ട് ഇതുവരെയാണ്. ബിക്കോസ് ഇതോട്ട് ഇതുവരെ H/2 അല്ലേ. അപ്പോൾ ഇതോട്ട് ടോട്ടലാണ്, ബൾബിൻ്റെ ടോട്ടൽ ലെങ്ത് ആണ് സ്മോൾ h എന്ന് പറഞ്ഞാൽ. VH എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് ദി ഹൈഡ്രോമീറ്റർ. A എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ദി ജാർ. പ്രൊസീജിയർ നമുക്ക് അങ്ങനെ അറിയണ്ട. പക്ഷേ കറക്ഷൻസ് ഇൻ ഹൈഡ്രോമീറ്റർ റീഡിങ് നമ്മൾ അറിയണം. എന്തൊക്കെ കറക്ഷൻസ് ഉണ്ടെന്ന്. ഒന്ന്, മെനിസ്കസ് കറക്ഷൻ. As the hydrometer is immersed downwards, the meniscus correction is positive. അത് പോസിറ്റീവ്. മെനിസ്കസ് കറക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സാധനം വെള്ളത്തിൽ മുക്കുമ്പം അതിൻ്റെ മുകളിലൊരു മെനിസ്കസ് വരില്ലേ, എന്ന് പറയുമ്പോൾ ഒരു കർവീച്ചർ, അതിൻ്റെ ആ ഒരു കറക്ഷനാണ്. അപ്പം നമ്മുടെ ഹൈഡ്രോമീറ്റർ റീഡിങ്ങിൽ മെനിസ്കസ് കറക്ഷൻ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ വരുന്ന കറക്ഷൻ ടെമ്പറേച്ചർ കറക്ഷനാണ്. ലൈക്ക് ഡിഫറെൻറ്റ് ടെമ്പറേച്ചേഴ്സിനനുസരിച്ച് റീഡിങ് ചേഞ്ച് വരാം. ഹൈഡ്രോമീറ്റർ റീഡിങ് കാലിബ്രേറ്റഡ് 27 ഡിഗ്രി സെൽഷ്യസിലായിരിക്കണം. ഇഫ് നോട്ട് കാലിബ്രേറ്റ് ചെയ്യുന്നത് 27 ഡിഗ്രി സെൽഷ്യസിലല്ല എങ്കിൽ CT മസ്റ്റ് ബി നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പോഴാണ് നമ്മൾ ടെമ്പറേച്ചർ കറക്ഷൻ അപ്ലൈ ചെയ്യുന്നത്. ഗ്രേറ്റർ ദാൻ 27 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ CT പോസിറ്റീവ് ആണ്. ലെസ് ദാൻ ആണെങ്കിൽ 27 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ CT നെഗറ്റീവ് ആണ്. അപ്പോൾ എന്താണ്, ഹൈഡ്രോമീറ്റർ റീഡിങ്ങിലൂടെ നമ്മൾ പ്ലസ് ഓർ മൈനസ് CT കണ്ടീഷൻസ് അനുസരിച്ച് നമ്മൾ ചെയ്യണം.
നെക്സ്റ്റ് കറക്ഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്പേർഷൻ കറക്ഷൻ ആണ്. ഇതിപ്പോൾ നമ്മൾ ഡിസ്പേർഷൻ ഏജന്റ് നമ്മൾ ഈ ഒരു എക്സ്പെരിമെന്റിൽ ആഡ് ചെയ്യുന്നുണ്ട് തുടക്കത്തിൽ. അപ്പൊ അത് കാരണം സ്പെസിഫിക് ഗ്രാവിറ്റിയിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഒക്കെ വരാം. അപ്പൊ നമ്മൾ ഡിസ്പേർഷൻ കറക്ഷനും ആഡ് ചെയ്യണം. ഡിസ്പേർഷൻ കറക്ഷൻ ഇസ് ഓൾവേസ് നെഗറ്റീവ്, സോ എഫക്റ്റീവ്ലി നമ്മൾ മൈനസ് ചെയ്യണം. പിന്നെ കോമ്പോസിറ്റ് കറക്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ ഈ കറക്ഷൻസ് എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരുമിച്ച് മൈനസ് ചെയ്യുന്നതിനാണ് കോമ്പോസിറ്റ് കറക്ഷൻ എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. പിന്നെ ഈ രണ്ട് ഇക്വേഷനൊക്കെ അറിഞ്ഞിരിക്കണം. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എൻ ആൻഡ് ആർ എച്ച് ഒക്കെ നമുക്ക് ക്വസ്റ്റ്യന് ആവശ്യം വരും. അത്രയേ ഉള്ളൂ. പിന്നെ ലിമിറ്റേഷൻ ഓഫ് സെഡിമെന്റേഷൻ അനാലിസിസ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്സ് ലോന്റെ ലിമിറ്റേഷൻസ് കൈൻഡ് ഓഫ് ഇവിടെ യൂസ് ചെയ്യും. ഇവിടെ സ്റ്റോക്സ് ലോയിൽ നമ്മൾ അസ്യൂം ചെയ്യും പാർട്ടിക്കിൾ സ്പെറിക്കൽ ആണെന്ന്. ഇവിടെ എല്ലാ സോയിൽ പാർട്ടിക്കിൾസും സ്പെറിക്കൽ ആവണമെന്നില്ല. പിന്നെ സ്റ്റോക്സ് ലോ അനുസരിച്ച് ഫ്ലൂയിഡ് അല്ലെങ്കിൽ നമ്മുടെ പാർട്ടിക്കിൾ ഈ സെറ്റിലിംഗ് ആൻഡ് ഇൻഫൈനൈറ്റ് ലിക്വിഡ്. പക്ഷെ നമ്മൾ എടുക്കുന്നൊരു ബീക്കറിലാണ്, അത് ഇൻഫൈനൈറ്റ് ലെങ്ത് അല്ല. ബീക്കർ അല്ല, ഒരു സിലിണ്ടർ ടൈപ്പ് ആണത്. അത് ഇൻഫൈനൈറ്റ് ലെങ്ത് അല്ല, അത് ഫൈനൈറ്റ് ലെങ്ത് ആണ്. പിന്നെ ഉള്ളത് നമ്മൾ അസ്യൂം ചെയ്യും ഈ സ്പിയർ താഴോട്ട് ഇങ്ങനെ സെറ്റിൽ ഡൗൺ ചെയ്യുമ്പോൾ അതിന് യാതൊരു ഇന്റർഫിയറൻസും സറൗണ്ടിങ്ങിൽ എന്ന്. പക്ഷേ നമ്മൾ പ്രാക്ടിക്കൽ സിറ്റുവേഷൻ എടുക്കുമ്പം സൈഡിലൊക്കെ ഇഷ്ടംപോലെ പാർട്ടിക്കിൾസ് ഉണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടി അതിനെ ഇന്റർഫിയർ ചെയ്യാം. പിന്നെ നമ്മൾ ഈ എക്സ്പെരിമെന്റിൽ കിട്ടുന്ന നമുക്ക് ആവറേജ് വാല്യൂ സ്പെസിഫിക് ഗ്രാവിറ്റിയാണ്. പക്ഷേ ഓരോ പാർട്ടിക്കിൾസിനും ഓരോ സ്പെസിഫിക് ഗ്രാവിറ്റിയാണ്, അത് അക്കൗണ്ട് ചെയ്യുന്നില്ല. പിന്നെ പാർട്ടിക്കിൾ സൈസ് ഗ്രേറ്റർ ദാൻ 0.2 mm ആണെങ്കിൽ നമുക്ക് ഈ എക്സ്പെരിമെന്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. ലെസ് ദാൻ 0.2 മൈക്രോൺ ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ചോക്കി സോയിൽ എന്ന് പറയുമ്പോൾ ഭയങ്കര ക്ലേ CaCO3 ഭയങ്കരമായിട്ട് ഉള്ള സോയിലിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ HCl ഉപയോഗിച്ച് ആദ്യം അതിനെ ക്ലീൻ ചെയ്യണം. ഇതാണ് ലിമിറ്റേഷൻസ് ഓഫ് സെഡിമെന്റേഷൻ അനാലിസിസ്. ഇനി ഈ നമ്മൾ പാർട്ടിക്കിൾ സൈസ് എല്ലാം കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ആക്കി അതിൻ്റെ ഒരു കേർവ് നമ്മൾ വരയ്ക്കും, ഒരു ഗ്രാഫ് വരയ്ക്കും. അതിനെയാണ് നമ്മൾ ഗ്രഡേഷൻ കേർവ് എന്ന് പറയുന്നത്. അതിൽ y ആക്സിസിൽ നമ്മൾ പെർസെൻറ്റേജ് ഫൈനും എക്സ് ആക്സിസിൽ പാർട്ടിക്കിൾ സൈസുമാണ് ഉള്ളത്. എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് ഫൈൻ നമ്മൾ ഒരു ടേബിളിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്നതാണ്. നമ്മളിത് സെമി ലോഗിലാണ് വരയ്ക്കുന്നത്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ നമുക്കൊരു വൈഡ് റേഞ്ച് ഓഫ് പാർട്ടിക്കിൾ സൈസ് ഉണ്ട്. അതെല്ലാം കൂടെ കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെമി ലോഗിൽ വരയ്ക്കുന്നത്. യൂഷ്വലി ഒരു നല്ല സോയിൽ ആണെങ്കിൽ അതെന്താണ്, ഇങ്ങനെ ഒരു എസ് ഷേപ്പിലാണ് നമുക്ക് കിട്ടുന്നത്. അത് ഇങ്ങനെയും വരാം, ഇങ്ങനെയും വരാം, റൈറ്റ് ടു ലെഫ്റ്റും വരാം, ലെഫ്റ്റ് റൈറ്റും വരാം, എങ്ങനെ വേണോ വരാം. അതാണ് നമ്മുടെ ഒരു ഗ്രഡേഷൻ കർവ് എന്ന് പറഞ്ഞു. ഇനി പല ടൈപ്പ് ഗ്രഡേഷൻ കർവ് ഉണ്ട്. ഞാൻ അതാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അതാണ്ട് ABCDE. അപ്പൊ നമുക്ക് ഓരോ ഗ്രഡേഷൻ കർവിനെ കുറിച്ച് പറയാം. ഗ്രഡേഷൻ കർവ് A എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ടോ, ഇതൊരു ഹമ്പ് ഉണ്ട്. ഇങ്ങനൊരു ഹമ്പ് വരുന്നതാണ് ഗ്രഡേഷൻ കർവ് A. അതെന്താണ്, ഇൻഡിക്കേറ്റ്സ് ഇന്റർമീഡിയറ്റ് കുറച്ച് പാർട്ടിക്കിൾസ് ഇല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഹമ്പ് വരുന്നത്. കാരണം എന്താണ്, ഇവിടെ വേറെ പാർട്ടിക്കിൾ സൈസ് ഇങ്ങോട്ടൊന്നും ഇല്ല, അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കൈൻഡ് ഓഫ് ഒരു സ്ട്രേറ്റ് ലൈൻ പോയിട്ട് ഇങ്ങനെ മുകളിൽ കയറി പോകുന്നത്. ഇല്ലെന്നാണ് നമ്മൾ ഗ്യാപ്പ് ഗ്രേഡഡ് സോയിൽ എന്നാണ് പറയുന്നത്. കേർവ് A എന്ന് പറഞ്ഞാൽ ഗ്യാപ്പ് ഗ്രേഡഡ് സോയിൽ. കേർവ് B എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു എസ് കർവാണ്. അത്യാവശ്യം നല്ലൊരു സ്ട്രേറ്റ് ലൈൻ പോലെയാണ് പോകുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്, ഇതിലെല്ലാ പാർട്ടിക്കിൾസും ഇൻക്ലൂഡഡ് ആണ്, എല്ലാ സൈസ് റേഞ്ചും ഉണ്ട്. അപ്പം നമ്മൾ ഈ സോയിലിന് എന്താണ്, വെൽ ഗ്രേഡഡ് സോയിൽ എന്ന് പറയും. ഇനി നമ്മൾ സിയിൽ പോയാൽ ഭയങ്കര സ്റ്റീപ്പ് എസ് കർവാണ്. സ്റ്റീപ്പ് എസ് കർവ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാ പാർട്ടിക്കിൾസും ഇല്ല. ഒരു പെർട്ടിക്കുലർ പാർട്ടിക്കിൾ ഭയങ്കര ഹൈ ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ നമുക്കൊരു സ്റ്റീപ്പ് കർവ് വന്നത്. അതിന് ഒരു മിനിറ്റ്, അതിന് നമ്മൾ എന്താണ്, യൂണിഫോം സോയിൽ എന്ന് പറയും. കാരണം എന്താണ്, ഒരു പെർട്ടിക്കുലർ സൈസ് റേഞ്ച് ആയിരിക്കും ഇതിൽ കൂടുതലുള്ളത്. അപ്പം യൂണിഫോം ആയിട്ട് ഒരു സൈസ് റേഞ്ച് അല്ലേ ഉള്ളത്, അതുകൊണ്ട് നമ്മൾ യൂണിഫോം സോയിൽ എന്ന് പറയും. പിന്നെ ഡി കർവ് എന്ന് പറയുന്നത് ഹയർ ആണ്, ടു ദ ലെഫ്റ്റ് ആണ്. അപ്പം നമ്മൾ ഫൈൻ ഗ്രെയിൻഡ് സോയിൽ എന്ന് പറയും. ഓഫ് കോഴ്സ് ഫൈൻ ഗ്രെയിൻഡ് സോയിൽ ആകുമ്പോൾ പെർസെൻറ്റേജ് ഫൈൻ കൂടുതലാണ്, അതാണ് ഇത് ഹയർ ആയിട്ട് മുകളിൽ വന്നത്. പിന്നെ ടുവേർഡ്സ് ലെഫ്റ്റ് ആണ്, ബിക്കോസ് പാർട്ടിക്കിൾ സൈസ് ഭയങ്കര കുറവാണ്. അതുകൊണ്ടാണ് ഫൈൻ ഗ്രെയിൻ സോയിലിൽ എപ്പോഴും ഇങ്ങനെ ടോപ്പിലോട്ട് പോകും. പിന്നെ E എന്ന് പറയുന്നത് ടുവേർഡ്സ് ദ റൈറ്റ് ആണ്, ഇത് എക്സ്ട്രീം റൈറ്റിലോട്ട് പോയി
അപ്പോൾ അതുകൊണ്ട് ഇതെന്താണ് കോഴ്സ് ഗ്രെയിൻഡ് സോയിലാണ്. എത്രത്തോളം ഇത് ലെഫ്റ്റിലോട്ട് പോകുന്നോ അത് ഫൈൻ ആയിക്കൊണ്ടിരിക്കും, എത്രത്തോളം റൈറ്റിലോട്ട് പോകുന്നോ അത് എന്താണ് കോഴ്സ് ആയിക്കൊണ്ടിരിക്കും. എൻ്റെ റൈറ്റിലോട്ട് പോകുന്തോറും ഇത് താഴോട്ട് പോയിക്കൊണ്ടിരിക്കും, കാരണം കോഴ്സ് ആവുന്തോറും പെർസെൻറ്റേജ് ഫൈൻ കുറയും. ഫൈൻ അതേസമയം ലെഫ്റ്റിലോട്ട് പോകുമ്പോഴേക്കും എന്താണ് അത് പാർട്ടിക്കിൾ സൈസ് കുറയും, അപ്പോൾ ഫൈൻ ഗ്രെയിൻഡ് സോയിലാണ്. എത്രത്തോളം ഫൈൻ ആവുന്നോ n കൂടും, അതിങ്ങനെ മുകളിൽ കയറിക്കൊണ്ടിരിക്കും. ഇതാണ് ഗ്രഡേഷൻ കർവ്. ഇനി നമുക്കുള്ളത് ഈ ഗ്രഡേഷൻ കർവിൽ നമുക്ക് രണ്ട് ഫാക്ടേഴ്സ് പഠിക്കാനുണ്ട്. ഒന്ന് യൂണിഫോമിറ്റി കോഎഫിഷ്യൻറ്റും കർവേച്ചർ കോഎഫിഷ്യൻറ്റും. ആ രണ്ടിൻ്റെ ഇക്വേഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ രണ്ട് ഇക്വേഷന് നോക്കാം. D60 എന്ന് പറയുന്നത് 60% ഫൈൻ്റെ ടൈമിലുള്ള കറസ്പോണ്ടിങ് ഉള്ള പാർട്ടിക്കിൾ സൈസ് അല്ലെങ്കിൽ ഡയമീറ്റർ ആണ് ഈ D60, D10, D30 എന്നൊക്കെ പറയുന്നത്. ഈ നോട്ട് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു CU എന്ന് പറഞ്ഞാൽ യൂണിഫോമിറ്റി കോഎഫിഷ്യൻറ്റ്. യൂണിഫോമിറ്റി കോഎഫിഷ്യൻറ്റ് എത്രത്തോളം കൂടുന്നോ എന്താണ് റേഞ്ച് ഓഫ് പാർട്ടിക്കിൾ കൂടി. നമ്മുടെ ആ ഗ്രഡേഷൻ കർവിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണിത്. യൂണിഫോമിറ്റി കോഎഫിഷ്യൻറ്റ് 2-നെക്കാട്ടും കുറവാണെങ്കിൽ അത് യൂണിഫോം സോയിലാണ്. പിന്നെ സാൻഡ് എന്ന് പറയുമ്പോഴേക്കും യൂണിഫോമിറ്റി കോഎഫിഷ്യൻറ്റ് ഗ്രേറ്റർ ദാൻ 6 ആണ്, അത് വെൽ ഗ്രേഡഡ് ആയിരിക്കും. ഗ്രേവൽ എന്ന് പറയുമ്പോൾ യൂണിഫോമിറ്റി കോഎഫിഷ്യൻറ്റ് ഗ്രേറ്റർ ദാൻ 4, അത് വെൽ ഗ്രേഡഡ് സോയിലിന്. ഇനി വെൽ ഗ്രേഡഡ് സോയിൽ നമ്മുടെ കർവേച്ചർ കോഎഫിഷ്യൻറ്റ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് 1 ഉം 3 ഇടയിലാണ്. പിന്നെ CC കനോട്ട് ഡിറ്റക്ട് ഗ്രാബ് ഗ്രേഡഡ് സോയിൽ. ഗ്രാബ് ഗ്രേഡഡ് സോയിൽ നമുക്ക് CC കണ്ടുപിടിക്കാൻ പറ്റില്ല. പിന്നെ റിലേറ്റീവ് ഡെൻസിറ്റി ഡയറക്റ്റ്ലി 2 ഫോർമുല മാത്രമേ ഉള്ളൂ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കൂ, അതിൽ ഈ ഫോർമുല അറിഞ്ഞിരിക്കണം അതിന്. അപ്പോൾ നമ്മൾ എന്താണ് നമ്മുടെ ഇൻഡെക്സ് പ്രോപ്പർട്ടീസിൽ 3 ഇൻഡെക്സ് പ്രോപ്പർട്ടി ആയിരുന്നു ഇവിടെ പഠിക്കാനുള്ളത്. പാർട്ടിക്കിൾ സൈസ് ഗ്രഡേഷൻ, റിലേറ്റീവ് ഡെൻസിറ്റി, പിന്നെ കൺസിസ്റ്റൻസി. അപ്പോൾ നമ്മളിവിടെ പാർട്ടിക്കിൾ സൈസ് ഗ്രഡേഷനും കൺസിസ്റ്റൻസിയും കഴിഞ്ഞു. കൺസിസ്റ്റൻസി അല്ല, റിലേറ്റീവ് ഡെൻസിറ്റി. പാർട്ടിക്കിൾ സൈസും റിലേറ്റീവ് ഡെൻസിറ്റിയും കഴിഞ്ഞു. ഇനി നമുക്ക് അറ്റർബർഗ്സ് ലിമിറ്റ് ആൻഡ് കൺസിസ്റ്റൻസി ആണ് നെക്സ്റ്റ് ഉള്ളത്. അപ്പോൾ കോഴ്സ് ഗ്രെയിൻഡിൻ്റെ എന്താണ് കഴിഞ്ഞു, നമ്മുടെ എന്താണ് ഇൻഡെക്സ് പ്രോപ്പർട്ടി കഴിഞ്ഞു. ഇനി നമുക്ക് ഫൈൻ ഗ്രെയിൻഡിൻ്റെ ആണുള്ളത്, പിന്നെ IS ക്ലാസിഫിക്കേഷൻ. അത് നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ നോക്കാം.